നാമം എൻ പുകലിടവേ കരുത്തോടെ തുതിച്ചിടുവേ നാമം എൻ പുകലിടവേ കരുത്തോടെ തുതിച്ചിടുവേ. സംഗീതത്തിൽ 118 വാക്യം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവം നല്ലത് എന്ന് പറയണമെങ്കിൽ അവിടെ തീർച്ചയായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് കാണും. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ വായിക്കുമ്പോൾ കർത്താവ് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വായിക്കുമ്പോൾ, കർത്താവ് സൃഷ്ടിച്ച ശേഷം വചനം പറഞ്ഞത് കർത്താവ് നല്ലത് എന്ന് കണ്ടു, അല്ലെ? 6 ദിവസവും ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്ന മുമ്പ്, അല്ലെങ്കിൽ മനുഷ്യനെ ഉരുവാക്കുന്ന മുമ്പ് കർത്താവ് താൻ സൃഷ്ടിച്ച സകലതും ഒவ்வொரு ദിവസവും ഉണ്ടാക്കിയിട്ട് കർത്താവ് അവസാനം എന്താ പറഞ്ഞത്? നല്ലത് എന്നതാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ നല്ലത് എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? പലപ്പോഴും നമ്മുടെ ആശ്രയം എവിടെയാണ്? നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ അല്ലെങ്കിൽ മനുഷ്യനാണോ? നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്ന ആൾക്കാരെ മനുഷ്യർക്കാണ്. ഞാൻ സഹായിച്ചതുകൊണ്ട് എന്നെ ഇവർ സഹായിക്കും എന്ന് പലപ്പോഴും ചിന്തിച്ചും നമ്മൾ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നാം ഏറ്റവും പ്രതീക്ഷിച്ച വ്യക്തി നമുക്ക് എന്ത് ചെയ്യത്തില്ല? സഹായിക്കത്തില്ല. നാം ആരുടെ മേൽ അധികമായി നമ്മൾ വിശ്വസിച്ച് ഇല്ല, യാർ വന്നില്ലെങ്കിലും ഈ വ്യക്തി എന്നെ സഹായിക്കും എന്ന് നാം പലപ്പോഴും ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യ സമയത്ത് ആർ കാണൂല? നമ്മൾ വിചാരിച്ച വ്യക്തി കാണൂല. അത് കാണിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ്. എന്നാൽ മനുഷ്യനിൽ ആശ്രയിച്ചാൽ മനുഷ്യർക്ക് ഒരു പരിധി ഉണ്ട് ചെയ്യാനായിട്ട്. ஆனால் ദൈവത്തെ ആശ്രയിക്കുന്നവർ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. അപ്പോൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ, പ്രഭുക്കന്മാരെന്ന് പറയുമ്പോൾ അന്ന് രാജാക്കന്മാരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഭരണം നടത്തുന്നത് ആരാണ്? LDF ആണ്, UDF ആണ്. LDF ആകട്ടെ, UDF ആകട്ടെ, BJP യാർ ഭരണം നടത്തിയാലോ സകല ഭരണത്തിന്റെ മേൽ നമ്മുടെ കർത്താവ് വാഴുന്നു. കർത്താവ് തീരുമാനിക്കാതെ ഒരു വ്യക്തിക്കും ഇവിടെ ഒരു അധികാര സ്ഥാനത്ത് കയറുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആശ്രയം എല്ലായ്പ്പോഴും ദൈവത്തിലായിരിക്കണം. പലപ്പോഴും മാതാപിതാക്കളുടെ ആശ്രയം ആരാണ്? മക്കളാണ്. മക്കൾ ആശ്രയിക്കുമ്പോൾ മക്കൾ ഒരു ദിവസം എന്ത് പറയാം? അവർ തള്ളി കളയും, അല്ലേ? നാം ഇന്നും കാണുന്നുണ്ട് എത്രയോ മാതാപിതാക്കൾ എവിടെ വ്യത്യസ്തത്തിലുണ്ട്. അവർക്ക് നല്ല മക്കളെ പോറ്റി പുലർത്തി അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തു അവസാനം അവർ കിട്ടിയത് എവിടെയാണ്? വ്യത്യസ്തം. അപ്പോൾ വചനം എത്രത്തോളം കൃത്യമായി പറയുന്നുണ്ട്. നാം ഇത്രയും പഠിച്ചിട്ടും പലപ്പോഴും നമ്മുടെ ആശ്രയം എവിടെയാണ്? മനുഷ്യരാണ്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ സംസാരം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഉത്തരം ദൈവം തരും. നമുക്ക് 2-3 ഉദാഹരണം നോക്കാം. ലൂക്കോസ് 12-ാം അധ്യായം അതിന്റെ 16 മുതൽ 21 വാക്യം. നമ്മൾ വായിച്ചത് ദൈവം ഒരു ഉപമ പറഞ്ഞു, അല്ലെ? അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ഉപമയാണ് നമ്മൾ വായിച്ചത്. ഇവിടെ കാണുമ്പോൾ ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അതിനർത്ഥം അവർക്ക് ആ വർഷം അവർക്ക് എത്ര നല്ല വിളവ് കിട്ടി. അപ്പോൾ ഈ വിളവ് കിട്ടിയപ്പോൾ അവൾക്ക് ഉണ്ടായ ചിന്ത എന്തായിരുന്നു? അവരുടെ കലപ്പുര വളരെ ചെറുതായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇത് ചെയ്യും, എന്റെ കലപ്പുറകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുതയും എല്ലാം അതിൽ കൂട്ടി വയ്ക്കും. എന്നിട്ട് അവൾ പറഞ്ഞ് അവളോട് തന്നെ അവൻ സംസാരിച്ചു. 19-ാം വാക്യം പറയുന്നത്, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് 7 ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക,
ആനന്ദിക്കുക എന്ന് പറയും. അവനോട് പറഞ്ഞത്, ഇത്രയും വിളവ് കിട്ടിയപ്പോൾ അവൻ സ്വയം തന്നോട് അഹങ്കരിക്കുവാൻ ഇടയായി. വിളവ് കിട്ടിയത് എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ല. ദൈവം എന്ത് ചെയ്ത്? വിളവ് കൊടുത്തു. പക്ഷേ വചനം അവനോട് തന്നെ പറഞ്ഞേക്കാതെ, ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഉടനെ ദൈവം പറഞ്ഞാല്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. പറഞ്ഞത് മാത്രമല്ല, ദൈവ വിഷയവുമായി സമ്പന്നാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ഏത് മനുഷ്യനും അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് ആരുടെ മുഖാന്തരം? ദൈവ മുഖാന്തരമാണ്. എന്നാൽ പലപ്പോഴും ഈ സമ്പന്നരാകുന്നവർ എന്ത് ചെയ്ത് തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിക്കാതെ പലപ്പോഴും തങ്ങളുടെ കാര്യങ്ങളെ തീരുമാനിച്ച് പറയുന്ന വാക്ക് മുഖാന്തരമാണ് ഇവിടെ വചനം വരുന്നത്. മൂടാ, ഇന്ന് രാത്രി ദൈവം നിന്നോട് പ്രാർത്ഥന ചോദിക്കുമെന്ന് ഇടയായി. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് ഈ ഭൂമിയിൽ മാറ്റപ്പെടുമെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ ഒരു മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ, ദൈവത്തിന് വിരോധമായി ചിന്തിക്കുമ്പോൾ, അവിടെ ദൈവത്തിന്റെ എന്ത് വരും? ദൈവത്തിന്റെ ശിക്ഷ വെളിപ്പെടും. ദൈവത്തിന് വിരോധമായി ആർ വെല്ലുവിളിച്ചാലും അവിടെ ദൈവത്തിന്റെ ശിക്ഷ വെളിപ്പെടും. അപ്പോൾ ഇവൻ ചിന്തിച്ചെന്താണ്? ആശ്വസിക്കാം, തിന്നുകാം, കുടിക്കാം, ആനന്ദിക്കാം, തന്റെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് ചിന്തിച്ച്. എന്നാൽ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്തു? ശാപം വന്ന സ്ഥലത്ത് അവൻ വിതച്ചു, ദൈവം അനുഗ്രഹിച്ചു, 100 മേനിയായി അവൻ വിളവെടുത്തു. വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവമക്കൾ ശാപം വന്നപ്പോൾ അവനെ വിട്ട് വേറെ സ്ഥലത്തോട്ട് കടന്നു പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ വചനം പറയുന്നത്, ദൈവം അവനോട് ഇടപെട്ട് നീ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ നിന്ന് ആ ദേശത്ത് വിതച്ചു. ആ വർഷം തന്നെ 100 മേനി അവൻ ഫലം കൊയ്തു. നീ വിചാരിക്കുമ്പോൾ 100 മേനി എന്ന് പറഞ്ഞാൽ അവൻ വിതച്ചത് 1% ആണെങ്കിൽ അവൻ 100 മേനിയായി കൊയ്തെങ്കിൽ 1:100 അങ്ങനെ കണക്കിട്ടുകൊള്ളു. എത്രത്തോളം അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കുമ്പോൾ നാം അഹങ്കരിക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ദാനങ്ങൾ സകലതും ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ വന്ന സമയത്തും നിങ്ങൾ ഇപ്പോഴും ജീവിതം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ച്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കുന്നതും ഇരിക്കണം നടക്കുന്നതും എല്ലാം എനിക്ക് ദൈവം തന്നതാണ്. ദൈവം അറിയാതില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടത് എല്ലാം അവന്റെ കൃപയിനാൽ ദൈവം നമുക്ക് സകലതും നൽകി. അതുകൊണ്ട് നാം ഒരിക്കലും സമ്പത്തിലോ മറ്റൊന്നിലും ആശ്രയിക്കുവാൻ ഇടവരുത്താതെ വണ്ണം നാം എല്ലായ്പ്പോഴും സകലത്തും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് വേറെ ഉദാഹരണം നോക്കാം. മാർക്കോസ് 10-ാം അധ്യായം അതിന്റെ 17 മുതൽ 24 വരെ. ഇവിടെ യേശു യാത്ര ചെയ്യുമ്പോൾ ഒരു യുവാവ് എന്ത് ചെയ്ത് ഓടിച്ചെന്ന് അവന്റെ മുൻപിൽ മുട്ടുകൊടുത്തി, നല്ല ഗുരുവോ, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നിത്യജീവനെ അവകാശമാക്കുവാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഓട്ടം എവിടെയാണ്? നിത്യതയിലുള്ള ഓട്ടം തന്നെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ നിത്യതയിൽ നാം ഓടി എത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചപ്പോൾ യേശു അവനോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? കൊല ചെയ്യരുത്, വിഭചാരം ചെയ്യരുത്, മോഷിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് കൽപ്പന അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കൊല ചെയ്യുന്നുണ്ടോ? കൽപ്പനകളാണ്. വിഭചാരം ചെയ്യരുത്, മോഷിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന കൽപ്പന അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. പഴയ നിയമത്തിന്റെ
നമുക്കറിയാം 10 കൽപ്പനകൾ കർത്താവ് ഇവിടെ എടുത്ത് പറഞ്ഞു. ഈ 10 കൽപ്പന എടുത്ത് പറഞ്ഞപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? ചെറുപ്പം മുതൽ ഞാൻ പാലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൽപ്പന അവൻ എന്ത് ചെയ്ത് പാലിക്കുന്നുണ്ട്, പ്രമാണിച്ചു പോകുന്നു അവൻ പറഞ്ഞു. ഇത് തുറമാക്കി തോന്നുമ്പോൾ വചനം പറഞ്ഞ് യേശു നോക്കി അവനെ സ്നേഹിച്ചു. കർത്താവ് അവന്റെ അടുക്കൽ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് കർത്താവ് വചനം വന്ന് അവൻ നോക്കി അവനെ സ്നേഹിച്ച് ഒരു കുറവ് നിനക്കുണ്ട്. അവനോട് സ്നേഹത്തോട് പറഞ്ഞ എന്താണ്? നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ അവർക്ക് എന്തുണ്ടായി? അവൻ വളരെ സമ്പത്ത് ഉള്ളവൻ ആകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ചെറുപ്പം മുതൽ ദൈവത്തിന്റെ കൽപ്പനകളെ എല്ലാം പ്രമാണിച്ച് വന്ന ആ യുവാവ് അതെല്ലാം ചെറുപ്പം മുതൽ പാലിച്ചതാണ്. അപ്പോൾ വചനങ്ങളെ ആത്മാർത്ഥമായിട്ട് അവൻ പാലിച്ചില്ല. പാലിക്കണമേ എന്ന് അതിന് കൈക്കൊണ്ട് അതിന് ഒരു കടമയ്ക്കായി അതൊക്കെ ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നും നമ്മൾ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പള്ളി പോകുന്നുണ്ടല്ലോ, നമുക്ക് ബൈബിൾ വായിക്കാം. നമ്മൾ പള്ളി പോകുന്നുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, നമ്മൾ ആത്മാർത്ഥമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥങ്ങൾ കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കൽപ്പനയെ ഞാൻ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ കണ്ടില്ല. നമ്മൾ കാണുന്ന കാര്യം വെച്ചാൽ നമ്മള് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്, വിശ്വാസം എന്നതോ ആശ്രയിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം എന്ന് പറയുമ്പോൾ നമ്മളുടെ ബൈബിൾ നമുക്ക് വചനത്തിൽ സകലതും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് ആശ്രയിക്കുമ്പോഴാണ് ദൈവവചനത്തോട് ദൈവം നമ്മളോട് സംസാരിക്കും. ஆனால் നമ്മുടെ ജീവിതത്തിൽ അത് കടമയ്ക്കായി ഞാൻ ബൈബിൾ വായിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് ഒരു കടമയ്ക്കായി നീ ചെയ്യുമെങ്കിൽ ഒരിക്കലും നമുക്ക് നിത്യജീവനെ അവകാശമായി ആക്കുവാൻ കഴിയത്തില്ല. ഇവിടെ വചനം പറയുന്നത് 5 ബുദ്ധികളെ ഖണ്ഡികമാർ ഉണ്ടായിരുന്നു. 5 പേർ ബുദ്ധി ഇല്ലാത്തവർ. എന്തുകൊണ്ട് ബുദ്ധി ഇല്ലാത്തവരെന്ന് പറയുന്നത്? കരുതേണ്ട വിധത്തിൽ കരുതാതെ അവർ വിലക്കെടുത്തു. എന്തെടുത്തില്ല? എന്നെടുത്തില്ല. അപ്പോൾ പലർക്കും ഇന്ന് എന്തറിയാം? ദൈവത്തിന്റെ വചനം അറിയാം. ஆனால் എന്നെ എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്? പരിശുദ്ധാത്മ അല്ലെങ്കിൽ അഭിഷേകം. നാം ജീവിക്കുന്ന അന്ത്യ കാലഘട്ടത്തിൽ നാം പറയട്ടെ, ഇനി മുൻപോട്ടുള്ള കാലങ്ങൾ വളരെ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ദൈവസഭ നിങ്ങളാണ് ഒരുങ്ങില്ലെങ്കിൽ ഒരുങ്ങുന്നവർ എന്ത് ചെയ്യും? ദൈവത്തോട് കൂടെ പോകും. ഒരുങ്ങാത്തവർ ഇവിടെ കൈവിടപ്പെടും. ഞായറാഴ്ച പള്ളി വന്നു, ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി പ്രാർത്ഥനയ്ക്ക് വന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരുക്കം ഉണ്ടായിരിക്കണം. നാം കേവലം ഇവിടെ വന്ന് ഒരു 2 മണിക്കൂർ എടുത്തിട്ട് പോകുന്നതല്ല വിഷയം. സഭ കൂടി നല്ലതാണ്, നിങ്ങൾ എല്ലാ വീട്ടിലും നല്ലതാണ് എങ്കിൽ, പക്ഷേ എങ്കിലും നിങ്ങൾ തനിപ്പെട്ട ജീവിതത്തിൽ ആ ഒരുക്കം ഇല്ലെങ്കിൽ നാം ദൈവസന്നിധി എടുക്കപ്പെടുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ ഈ യുവാവ് ചെറുപ്പം മുതൽ താൻ കൽപ്പനയെല്ലാം കൈക്കൊണ്ട്, ஆனால் ദൈവം അവന്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞ്, നിനക്കുള്ള സമ്പത്തിന് ചെയ്യണം, ദരിദ്രന്മാർ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സമ്പത്ത് അധികമുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്ത് കേട്ടപ്പോൾ വിഷാദിച്ച് അവൻ കടന്നുപോയി. ഇവിടെ വചനം യേശു ചെയ്ത്, യേശു ചുറ്റുനോക്കി തന്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഉടനെ യേശു ചെയ്ത് ഒരിക്കലും കൂടി എടുത്തു പറയുന്നത്, അവന്റെ ഈ വാക്കുകൾ ശിഷ്യന്മാർ വിസ്മയിച്ച്. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അപ്പൊ ഇവിടെ പ്രശ്നം എന്തായിരുന്നു? ആ യുവായുടെ പ്രശ്നം എന്തായിരുന്നു? സമ്പത്ത്. അവൻ ഏതാണ് ആശ്രയിച്ചത്? സമ്പത്തിൽ കർത്താവ് എടുത്തു പറഞ്ഞത്,
മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്ത് ഒരിക്കലും പ്രശ്നമല്ല. ஆனால் അവന്റെ ആശ്രയം ഏതായിരുന്നു? സമ്പത്തലായിരുന്നു. പണം ഒരുപോലും പ്രശ്നമല്ല. ആ പണത്തെ സ്നേഹിക്കുമ്പോഴാണ്, അധികമായി നിങ്ങൾ പണത്തെ സ്നേഹിക്കുമെങ്കിൽ അവിടെ ദൈവത്തിന്റെ സ്ഥലത്തിൽ നിങ്ങൾ പണത്തെയാണ് മുൻവയ്ക്കുന്നത്. അത് ദൈവത്തെ വിട്ട് നിങ്ങൾ പണത്തെ അധികമായി സ്നേഹിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്തിൽ നിങ്ങൾ എത്താതെ കൈവിട്ടു പോകുവാൻ ഇടവരും. അവൻ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനം പറഞ്ഞ് യേശു പറഞ്ഞ് അവൻ സമ്പത്തിൽ ആശ്രയിച്ചു ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അപ്പോൾ ഇത്രയും പറഞ്ഞത്, ഒരു യുവാവ് തന്റെ ചെറുപ്പം മുതൽ സകല കൽപ്പനയും അനുസരിച്ച് വന്ന വ്യക്തിക്ക് അവൻ എന്ത് ചെയ്ത്? പൂർണ്ണ ഹൃദയത്തോടല്ല അത് ചെയ്തത്. പകരം താൻ കടമയ്ക്കായി അത് ചെയ്യണമേ എന്ന് ചെയ്തുകൊണ്ടാണ് അവന്റെ ആശ്രയം ദൈവ കൽപ്പനയല്ല, ദൈവമല്ല, അവന്റെ ആശ്രയം പണമായതുകൊണ്ട് അവൻ യേശു പറഞ്ഞ കാലത്ത് അവൻ യേശുവിനെ തള്ളി കളഞ്ഞിട്ട് അവൻ പോയി. അവൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നിത്യജീവൻ അവകാശമാക്കുവാൻ നാം എന്ത് ചെയ്യണം? ചോദിക്കട്ടെ, ഇന്നും നമ്മളും ആ യുവാവ് പോലെ കടമയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, കടമയ്ക്കായി വചനം വായിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി നാം ചെയ്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്കും ആ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയത്തില്ല. കർത്താവ് എന്നെ നിങ്ങൾ വിളിച്ചത് വിളിച്ച് പകുതി വഴി ഉപേക്ഷിച്ചു പോകാനല്ല, ആ നിത്യതയിൽ എത്തിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നമ്മുടെ ആശ്രയം ഞാൻ പറയട്ടെ ദൈവമായിരിക്കട്ടെ. എല്ലായ്പ്പോഴും ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം.